3,95,000 രൂപയ്ക്ക് 2014 മോഡൽ ഡസ്റ്റർ 85 PS സിംഗിൾ ഓണർഷിപ്പിൽ ഫുള്ളി കമ്പനി സർവീസിൽ 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 1,20,000 കിലോമീറ്റർ, അതും ഫുള്ളി കമ്പനി സർവീസിൽ യൂസ് ചെയ്തിട്ടുള്ള ഡസ്റ്റർ 85 PS വെഹിക്കിളുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു റേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3,95,000 റുപ്പീസിന് നിങ്ങൾക്ക് എവിടെയും ഡസ്റ്റർ 85 PS 2014 മോഡൽ സിംഗിൾ ഓണർ വെഹിക്കിൾ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ക്ലോസപ്പിൽ തന്നെ നോക്കുകയാണെങ്കിൽ യാതൊരു ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് ഇതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ ഭാഗങ്ങളാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് ഗ്രില്ലാണെന്നുണ്ടെങ്കിലും ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് പോലത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് അതും പേൾ വൈറ്റ് കളറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വെഹിക്കിൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഫെൻഡറിൻ്റെ ഭാഗങ്ങളും ഒക്കെ ക്ലോസപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ യാതൊരു ഡാമേജോ പെയിൻറ്റ് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത നല്ല നീറ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ള വെഹിക്കിൾ തന്നെയാണ്. അപ്പോൾ ടയേഴ്സിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയേഴ്സ് രണ്ടും ഏകദേശം ഒരു 30% കണ്ടീഷനുള്ള ടയേഴ്സ് തന്നെയാണ് ഈ വെഹിക്കിളിന് വരുന്നത്. അപ്പോൾ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ക്യാരക്ടർ ലൈൻസിലാണെങ്കിലും ഇതിൻ്റെ അണ്ടർ ബോഡി ആണെന്നുണ്ടെങ്കിലും റണ്ണിങ് ബോർഡിൻ്റെ താഴ്ഭാഗം മുതൽ എല്ലാ ഭാഗങ്ങളും പെയിൻറ്റ് യാതൊരു ഡാമേജോ മേജറായിട്ട് റീപെയിൻറ്റ് പോലത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ക്ലീൻ, അതും ഇതുവരെ യൂസ് ചെയ്തെടുത്തോളം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവും കാര്യങ്ങളാണ് വെഹിക്കിൾ തരുന്നത്. മാത്രമല്ല ഏകദേശം 18 കിലോമീറ്റർ എബോവ് മൈലേജും വെഹിക്കിൾ തരുന്നുണ്ട്. മാത്രമല്ല ഡോറിൻ്റെ ട്രിംസും ആ ഒരു റബ്ബർ ബീഡിങ്സ് കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിലും എല്ലാ ഭാഗങ്ങളും എടുത്തെടുത്ത് നോക്കുകയാണെങ്കിലും നല്ല നീറ്റായിട്ട് കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, യാതൊരു ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ ക്യാരക്ടർ ലൈൻസിലും അതുപോലെ തന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഡോറിലാണെങ്കിലും നമ്മൾ കോർണർ വ്യൂവിൽ നോക്കുകയാണെങ്കിലും യാതൊരു വിധത്തിലുള്ള പെയിൻറ്റ് ഫെയ്ഡോ ഡാമേജോ ഡെൻറ്റുകളോ ഈ സൈഡ് ഭാഗത്ത് എവിടെയും കാണാൻ പറ്റില്ല. മാത്രമല്ല അതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലോസപ്പിൽ നോക്കുകയാണെങ്കിൽ പോലും റൂഫും കാര്യങ്ങളും നല്ല നീറ്റായിട്ട്, അതുപോലെ തന്നെ റിയർ പോർഷനിലേക്ക് വരുമ്പോഴും ഫ്രണ്ട് പോർഷൻ കണ്ട പോലെ തന്നെ നല്ല നീറ്റാണ്, യാതൊരു വിധത്തിലുള്ള ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലാതെ. ബമ്പർ മുതൽ ഇതിൻ്റെ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ഭാഗത്തെയും പെയിൻറ്റ് ക്വാളിറ്റിയും എല്ലാം തന്നെ നല്ല നീറ്റാണ്. നോർമൽ ഈ ഡസ്റ്റർ പോലത്തെ വാഹനങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ വളരെ ക്ലോസപ്പായിട്ട് പെയിൻറ്റ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ റീപെയിൻറ്റ് ചെയ്തിട്ട് ആകെ കൂടി ഒരു ഡാമേജ് ആയിട്ടുള്ള രീതിയിൽ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡാമേജസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാ കോർണേഴ്സും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും അത്രയ്ക്ക് നീറ്റായിട്ട് വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെഹിക്കിളിൻ്റെ ഓവറോൾ ബോഡി കണ്ടീഷൻ എന്നുള്ളത്. ഇനി നമുക്ക് മേജറായിട്ട് ഈ വെഹിക്കിളിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഡാമേജ് എന്നുള്ളത് ഈ ഒരു വീലാർച്ചിൻ്റെ മുകളിൽ ഈ ഒരു സൈഡിലായിട്ട് വന്നിട്ടുള്ള പെയിൻറ്റ് കട്ടാവാത്ത രീതിയിൽ ചെറിയതായിട്ട് ഈ ഒരു സൈഡിൽ വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തുള്ള ഡെൻറ്റാണ്. ആ ഒരു ഡെൻറ്റ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിന് മറ്റൊരു ഭാഗത്തുനിന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റോ റസ്റ്റിങ്ങോ അതുപോലെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് റീപെയിൻറ്റ് പോലത്തെ ഇഷ്യൂസ് എവിടെയില്ല. മാത്രമല്ല റിയറിലുള്ള ഈ ഒരു ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം 30 to 40% കണ്ടീഷനുള്ള ടയർ തന്നെയാണ്. ബാക്കി ഈ ഒരു സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ യാതൊരു ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഡെൻറ്റുകളോ സ്ക്രാച്ചോ ഇല്ലാതെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ വെഹിക്കിളിൻ്റെ എക്സ്റ്റീരിയർ ക്വാളിറ്റി ഈ കാണുന്നതാണ്. ഇനി നമുക്കിൻ്റെ ഇൻറ്റീരിയർ എൻജിൻ റൂമൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ് ഇൻറ്റീരിയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു സെയിം എക്സ്റ്റീരിയർ കണ്ട അതേ ക്വാളിറ്റി തന്നെയാണ്, യാതൊരു ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസും അതുപോലെ തന്നെ ഡോർ പാഡിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡാമേജും കാര്യങ്ങളും പറയാനില്ല. മാത്രമല്ല 85 PS ആണ് നിങ്ങൾക്ക് പൊതുവിൽ ഡസ്റ്റർ 110 PS വരുന്ന കംപ്ലയിൻസോ കാര്യങ്ങളോ ഇഞ്ചക്ടർ ഡാമേജ് ഒന്നും ഇല്ലാതെ ലോങ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്നത് 2 lakh കിലോമീറ്ററിന് എബോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് ഈ വെഹിക്കിളിനുള്ളത്. മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള ഒരു ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം ഈ വെഹിക്കിളിന് ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ എല്ലാ സ്വിച്ചസും അതുപോലെ തന്നെ ഗിയർ നോബുകൾ AC വെൻറ്റുകൾ മുതലായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നോക്കുകയാണെങ്കിലും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സിംഗിൾ ഓണർഷിപ്പിൽ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്ലീൻ വെഹിക്കിൾ തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവ് ചെയ്തെടുത്തോളം എൻ്റെ കണ്ടീഷൻ കാര്യങ്ങളും പറയുകയാണെങ്കിൽ നല്ല നീറ്റാണ്. മാത്രമല്ല സസ്പെൻഷൻ നോയ്സ് പോലത്തെ യാതൊരു നോയ്സോ കാര്യങ്ങളോ ഇല്ല. പൊതുവേ ഡസ്റ്ററിന് കാണപ്പെടുന്ന ക്ലച്ചിൻ്റെ ടൈറ്റ് പോലത്തെ ഇഷ്യൂസും ഇല്ല. സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ചും കാര്യങ്ങളും വെഹിക്കിളിന് വരുന്നത്. മാത്രമല്ല ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഒറിജിനൽ മാറ്റിൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്, അതും നല്ല നീറ്റായിട്ട് തന്നെ കസ്റ്റമർ വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെഹിക്കിളിൻ്റെ ഓവറോൾ കണ്ടീഷൻ എന്നുള്ളത്. മാത്രമല്ല എൻ്റെ റിയറിലേക്ക് വരുമ്പോഴും ഡോർ പാഡിൻ്റെ കണ്ടീഷനാണെങ്കിലും അതുപോലെ തന്നെ ഈ റിയറിൽ വരുന്ന ഈ ഒരു ട്രേ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ റൂഫിൻ്റെ കണ്ടീഷനാണെങ്കിലും എല്ലാം തന്നെ അത്രയ്ക്ക് നീറ്റായിട്ട് ക്ലീനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ ഓണർ വെഹിക്കിളാണ്. അപ്പോൾ ഒരു 4 lakh റുപ്പീസിന് താഴെ ഒരു SUV വെഹിക്കിൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും ആ ഒരു നീറ്റ് കണ്ടീഷനുള്ള ഒരു സിംഗിൾ ഓണർ ഡസ്റ്റർ പർച്ചേസ് ചെയ്യാൻ. മാത്രമല്ല ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 4 lakh to 4,50,000 വരെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അതും സിംഗിൾ ഓണർ വെഹിക്കിൾ ഇത്രയും നീറ്റായിട്ടുള്ള കണ്ടീഷനുള്ള വെഹിക്കിളും അവൈലബിൾ അല്ല. അപ്പോൾ വളരെ ക്ലോസപ്പ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിലും കാര്യമായിട്ടുള്ള റീപെയിൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതിൻ്റെ ബൂട്ട് ഫ്ലോർ കാര്യങ്ങളാണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പോൾസറീസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുന്ന വെഹിക്കിൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ റൂം കൂടി നോക്കിയിട്ട് നമുക്ക് വീഡിയോ ഈ ഒരു റിയർ ഡോർ ഓപ്പൺ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിലും അത്രയ്ക്ക് ക്ലോസപ്പ് ആയിട്ട് ഇതിൻ്റെ ഫുൾ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിലും യാതൊരു ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ്
ഫ്രണ്ട് പോർഷനിൽ ഒരു ഡാഷ്ബോർഡിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡോറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ എഡ്ജസും കോർണേഴ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിലും ആ ഒരു സെയിം ക്വാളിറ്റിയിൽ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ക്ലീൻ വെഹിക്കിൾ തന്നെയാണ് ഈ ഒരു ഡസ്റ്ററിൻ്റെ എഞ്ചിൻ റൂം വരുന്നത് ഈ കണ്ടീഷനിലാട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് നമ്മൾ റെനോയിൽ നോർമലി അടിക്കുന്ന ആ ഒരു എഞ്ചിൻ പ്രൊട്ടക്ഷൻ കോട്ടിങ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറാണ് നമ്മൾ ഈ കാണുന്നത്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടിച്ചതുകൊണ്ട് ഈ ഒരു പെയിൻറ്റ് അടിച്ചതുകൊണ്ട് എഞ്ചിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ റസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. മാത്രമല്ല ഇത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഭാഗത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ ഡാമേജോ ആക്സിഡൻറ്റ് പോലത്തെ ക്ലെയിമുകളോ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളായിട്ടുള്ള ഹിസ്റ്ററിയും ഈ ഒരു വെഹിക്കിളിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ എഞ്ചിൻ റൂം കുറച്ചുകൂടി വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡസ്റ്റർ പോലത്തെ വണ്ടികൾ, ഈ ഒരു എഞ്ചിൻ കവർ വരുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഈ കവർ റിമൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് നമുക്കിൻ്റെ ഇഞ്ചക്ടേഴ്സ് കാര്യങ്ങളൊക്കെ വിസിബിൾ ആവും. അപ്പോൾ അത്തരത്തിൽ ഇതിൻ്റെ ഇഞ്ചക്ടറിൻ്റെ നോയ്സ്, ഇതിൻ്റെ ഇഞ്ചക്ടറിൻ്റെ കണ്ടീഷൻ, അതുപോലെ തന്നെ നോർമലി കാണുള്ള ഈ എയർ ഫിൽട്ടർ ബോക്സ് ബ്രേക്ക് ആയിട്ടുള്ള ഇഷ്യൂസ്, അപ്പോൾ അത്തരത്തിലുള്ള ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല യാതൊരു വിധത്തിലുള്ള ഓയിൽ ലീക്സ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ടുള്ള എഞ്ചിനാണ്. പ്രോപ്പർ കമ്പനി സർവീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ബാറ്ററി കണ്ടീഷൻ പറയുകയാണെങ്കിൽ 2022 റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിയും ഈ ഒരു ആപ്രോണിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴും യാതൊരു ഡാമേജോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വെഹിക്കിളും കൂടിയാണ്. ഒരു 4 lakh rupees താഴെ ഒരു SUV നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഓപ്ഷനാണ്. മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ബെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് വന്ന വണ്ടിയാണ്. ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള നോയ്സ് കാര്യങ്ങളോ ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ടും കാര്യമുള്ള വെഹിക്കിളിനുള്ളത്. അത് മാത്രമല്ല യാതൊരു വിധത്തിലുള്ള ബാക്ക് കംപ്രഷൻ പോലത്തെ ഇഷ്യൂസും വെഹിക്കിളിനില്ല. അത് നമുക്ക് നോർമലി ഡിപ്സ്റ്റിക്കിൽ മാത്രമല്ല ഇതിൻ്റെ ഓയിലിൻ്റെ ക്യാൻ ഓപ്പൺ ചെയ്താൽ പോലും യാതൊരു വിധത്തിലുള്ള ബാക്ക് കംപ്രഷനോ കാര്യങ്ങളൊന്നുമില്ല. അത്രയ്ക്കും നല്ല സ്മൂത്തായിട്ടുള്ള DCA എഞ്ചിൻ്റെ സൗണ്ട് തന്നെയാണ് ഈ വെഹിക്കിളിനുള്ളത്. അപ്പോൾ ഈ ഒരു സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിളിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 3,95,000 rupees ആണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്.